അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അഹങ്കാരം എന്താണെന്ന് മനസ്സിലാക്കി അത് അറിയാനുള്ള മാർഗങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഈ മുമ്പത്തെ വോയിസിലൂടെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പരീക്ഷണങ്ങളിലൂടെ, പരിശോധനയിലൂടെ ഒരാൾക്ക് അഹങ്കാരമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ആ അഹങ്കാരം മനസ്സിൽ നിന്ന് എടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ എടുത്തു കളയണമെങ്കിൽ അതിന് ചില മരുന്നുകൾ, ചികിത്സകൾ ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മനസ്സിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മഹുല്ലാ തങ്ങളുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ, ദീനിൻ്റെ വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുക എന്ന പേരിൽ അറിയപ്പെട്ട കിതാബ്, അതിൽ അങ്ങോരവറുകൾ വിശദീകരിക്കുന്ന മരുന്നുകൾ, ചികിത്സകളാണ് ഈ വോയിസിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത്. 2 മാർഗങ്ങളാണ് പ്രധാനമായും ഈ അഹങ്കാരം നമ്മളുടെ മനസ്സിൽ നിന്ന് എടുത്തെറിയാനുള്ളത്, അഹങ്കാരത്തെ ചികിത്സിച്ച് മാറ്റാനുള്ളത്. ഈ രണ്ടാലൊരു മാർഗം മുഖേന നമുക്ക് നമ്മളുടെ മനസ്സ് ക്ലിയറാക്കാം, അഹങ്കാരം മുക്തമാക്കാം. ഒന്നാം മാർഗം എന്ന് പറഞ്ഞാൽ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തെ പാടെ ഇല്ലാതാക്കി കളയുക. രണ്ടാം മാർഗം എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ നിമിത്തമായ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് സൗന്ദര്യം, അറിവ്, ശക്തി, സമ്പത്ത് ഇത്യാദി പ്രത്യേകമായ ഓരോ കാരണങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്നതുണ്ടാകും. ആ അഹങ്കാരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള ഓരോ മരുന്നുകൾ നമ്മൾ മനസ്സിൽ കുത്തി നിറക്കുക, മനസ്സിൽ കൊടുക്കുക ആ മരുന്നുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് ഒന്നാം മാർഗത്തിൽ വരുന്ന പൊതുവായി നമ്മൾ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള ചികിത്സയാണ്, പൊതുവായ ചികിത്സയാണ്. അപ്പോൾ ഈ ഒന്നാം മാർഗത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 2 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയും, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ മനസ്സിലത് നമ്മൾ ഉല്ലേഖനം ചെയ്യണം. എന്നിട്ട് ചില പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനവും അതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും പാടെ നടക്കുമ്പോഴാണ് ഈ ഒരു ഒന്നാം മാർഗത്തിലൂടെ നമുക്ക് അഹങ്കാരം ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ മാനസികമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മരുന്നുകളാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായി നമ്മൾ സ്വന്തത്തെയും സൃഷ്ടാവിനെയും മനസ്സിലാക്കുക. നമ്മൾ ആരാണ്, അതുപോലെ നമ്മളെ പടച്ചോ തമ്പുരാൻ അല്ലാഹു തആല ആരാണ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരികയില്ല. ഒരാൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ തൻ്റെ നിസാരതയെ മനസ്സിലാക്കും. ഞാൻ പറ്റ മോശക്കാരനാണെന്ന് മനസ്സിലാക്കും. എന്താണ് നമ്മളുടെ യാഥാർത്ഥ്യം, നമ്മളുടെ ഹക്കീക്കത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളൊരു നിസാരനാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ വിനയം താനേ കടന്നു വരികയും ചെയ്യും. ഖുർആൻ പറയുന്നത് കാണുക, അബസ വത്തവല്ല എന്ന സൂറത്തിലെ 17-ാമത്തെ വാക്ക്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. ഈ സൂക്തങ്ങൾ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ.
എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ? മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, എന്ത് വസ്തുവിൽ നിന്നാണ് അവനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്? മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, അവനെ സൃഷ്ടിച്ചത് ഒരു ബീജത്തിൽ നിന്നാണ്. ബീജത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. തുടർന്ന് അവൻ്റെ കാര്യങ്ങൾ കണക്കാക്കുകയും ചെയ്തു. സുമ്മ സബീല യസ്സറ, പിന്നെ മാർഗം അവൻ എളുപ്പമാക്കി. സുമ്മ അമാതഹു ഫഅഖ്ബറ, തുടർന്ന് അവനെ മരിപ്പിക്കുകയും ഖബറിൽ മറവ് ചെയ്യുകയും ചെയ്തു. സുമ്മ ഇദാ ഷാ അൻശറ, പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ, അവൻ കടന്നു വന്ന ഘട്ടങ്ങളാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. പ്രഥമ ഘട്ടത്തിൽ അവൻ ഇവിടെ ഇല്ലായിരുന്നു. ഈ അഹങ്കരിച്ച് നടക്കുന്ന ആള് ഇവിടെ, അവനക്കിപ്പോൾ ഒരു 50 വയസ്സാണെങ്കിൽ ആ 50 വയസ്സിൻ്റെ മുമ്പ് അവൻ അവിടെ ആയിരുന്നു. അവിടെ ഈ ഭൂമിയിൽ തന്നെ ഇല്ല. അവന് ഒരു തരി പോലുമല്ല, ഒരു പോയിൻ്റ് പോലുമല്ല, ഒന്നുമല്ല. ഉണ്മ എന്ന് പറയാൻ പറ്റുന്ന ഒന്നല്ല, ഒരു ഷെയ് അല്ല, ഒരു വസ്തുവേ അവനല്ല, അവന് ഒരു അസ്തിത്വവുമില്ല. ഇങ്ങനെയുള്ള ആൾ എത്ര നിസ്സാരനാണ്! അവനാണോ ഈ അഹങ്കരിച്ച് നടക്കുന്നവൻ? കോടാനുകോടി വർഷങ്ങൾ അവൻ ഈ ഭൂമിയിലേ അല്ല, ഭൂമിയിലൊന്നുമല്ല, അവനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരാൾ വന്ന് അഹങ്കരിക്കുകയാണോ? പിന്നെ എങ്ങനെയാ അവൻ കണ്ട് കടന്നു വന്നത്? ബീജത്തിൽ നിന്നല്ലേ, ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ലേ അവനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ബീജം എന്ന് പറഞ്ഞാൽ ആരും മറക്കുന്ന സംഗതിയല്ലേ ബീജം. ഒരാൾ തൊടാനുപോലും, ഒരാൾക്ക് സ്പർശിക്കാനുപോലും കഴിയാത്ത അത്രയും മറക്കപ്പെടുന്ന ഒരു സാധനം ബീജം. അതിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ ഉണ്മ അതിൽ നിന്നാണ് വന്നത്, ആ നിസാരമായ സംഗതിയിൽ. പിന്നെ എന്താ ഉണ്ടായത്? ആ ബീജം ഗർഭപാത്രത്തിൽ പോയി രക്തക്കട്ടയായി. രക്തക്കട്ടയും അറക്കപ്പെടുന്നതാണ്, മോശപ്പെട്ടതാണ്. രക്തം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് രക്തം നജസാണ്. ആ രക്തം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. നമ്മളുടെ വസ്ത്രത്തിലോ ദേഹത്തിലോ രക്തമുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. അത്രയും വലിയ നജസാണ് രക്തം. ആ രക്തക്കട്ടയാണ് ഓനായത്. തുടർന്ന് മാംസപിണ്ഡമായി മാറി. പിന്നീട് അതൊരെല്ലായി മാറി. പിന്നെ ആ എല്ലിന് ഒരു മാംസം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. ഇതായിരുന്നല്ലോ മോനെ എൻ്റെ തുടക്കം. ഇങ്ങനെ എല്ലായി മാറി, അതിൽ മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് അവന് ജീവനുണ്ടോ? അവൻക്ക് ഇളകാൻ കഴിയോ? ഇല്ല. ഓനൊരു ജാമിദായ, ജീവനില്ലാത്തൊരു വസ്തു മാത്രം. ഒന്നും കേൾക്കാനും കാണാനും കഴിയാതെ ഒരുപാട് ദിവസങ്ങൾ അവൻ ഗർഭപാത്രത്തിൽ കഴിച്ചുകൂട്ടി. തുടർന്ന് അവൻ ഏത് വഴിയിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അതും മോശപ്പെട്ട അവൻ്റെ ഉമ്മയുടെ അവയവത്തിലൂടെയാണ് അവൻ കടന്നു വന്നത്. ദൈനംദിനം നജസുമായി ബന്ധപ്പെടുന്ന ആ ഒരു സ്ഥലത്തുകൂടെയാണ് അവൻ്റെ പ്രയാണം ഈ ലോകത്തേക്ക്. പിറന്നു കഴിഞ്ഞിട്ട് അവൻ്റെ അവസ്ഥ എന്താ? അവൻക്ക് ഇരിക്കാൻ കഴിയില്ല, അവൻക്ക് നടക്കാൻ കഴിയില്ല, അവൻക്ക് സ്വന്തമായി ഭക്ഷിക്കാൻ കഴിയില്ല. മിനിമം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ നടക്കാൻ പിച്ച വെച്ച് തുടങ്ങുന്നത്. നമ്മൾ നോക്കൂ, പൂച്ച, പട്ടി ഇതൊക്കെ പ്രസവിച്ചതിന് ശേഷം ഓടിപ്പോകൂലേ? ഈ മനുഷ്യൻ അത് സാധിക്കൂല. അപ്പോൾ അവൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്.
മരണം എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും ഒരു ശൂന്യതയാണ് അവൻ ജനിക്കുന്നതിൻ്റെ മുമ്പ്. അവൻ്റെ ശക്തിക്ക് മുമ്പ് ബലഹീനതയായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ അറിയുന്നതിൻ്റെ മുമ്പ്, അവൻ വിജ്ഞാനിയാവുന്നതിന് മുമ്പ് അജ്ഞനായിരുന്നു അവൻ്റെ കാഴ്ച ശക്തിക്ക് മുമ്പ് അവൻ കാഴ്ചയില്ലാത്ത ഒരു അന്ധതയായിരുന്നു അവനുള്ളത്. അവൻ്റെ കേൾവിക്ക് മുമ്പ് ബധിരതയായിരുന്നു, സംസാരശേഷിക്ക് മുമ്പ് മൂകതയായിരുന്നു, സന്മാർഗത്തിന് മുമ്പ് അസന്മാർഗമായിരുന്നു, ഐശ്വര്യത്തിന് മുമ്പ് ദാരിദ്ര്യമായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ തുടക്കം. ഈ രൂപത്തിലൂടെ കടന്നു വന്നവൻ പിന്നെ എങ്ങനെ അഹങ്കരിച്ച് ഭൂമിയിലൂടെ നടക്കുന്നത്? അവൻ നിസാരനല്ലേ? അല്ലാഹു തആല അവൻക്കൊരുപാട് നിഅമത്തുകൾ, അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ട് അവൻ ഭൂമിയിലൂടെ നടക്കുന്നു, കേൾക്കുന്നു, കാണുന്നു. ആ അനുഗ്രഹം ഒരു നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചാൽ അവൻ ശൂന്യനാണ്, ഒന്നുമില്ലാത്തവനാണ്, നിസാരനാണ്. അവൻ ഉള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അവനൊന്നുമല്ല, നിസാരനാണ്. ഇനി നല്ല ശക്തിയും എല്ലാം ഉള്ള സന്ദർഭം, അവനൊരു യുവാവായ സമയമെടുക്കുക. മനുഷ്യൻ്റെ ഏറ്റവും ഹൈ ലെവൽ ഘട്ടമാണ് യുവത്വം. ആ യുവത്വത്തിൽ എങ്ങനെയാണ് അവൻ്റെ സ്ഥിതി? അവൻക്ക് എപ്പോൾ വേണമെങ്കിലും രോഗം വരാം, അപകടങ്ങൾ എപ്പോഴും വരാം. അവൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ, അല്ലെങ്കിൽ കണ്ണൊന്ന് മയങ്ങിപ്പോയാൽ അവൻ്റെ കഥ കഴിഞ്ഞില്ലേ? അവന് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജീവിക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടായാലേ കഴിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം ആര് തരുന്നു? പടച്ച തമ്പുരാൻ തരുന്നു. വെള്ളമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. വായു ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല. നോക്കൂ, നമ്മൾ ശ്വസിക്കാതെ നമുക്ക് എത്ര നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയും? ചുരുങ്ങിയതൊരു 2-3, അല്ല കൂടിയാലൊരു 2-3 മിനിറ്റൊക്കെ നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയും. ഓരോ നിമിഷങ്ങളിലും മനുഷ്യൻ ഓട്ടോമാറ്റിക്കായി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശ്വസനത്തിന് വല്ല പ്രശ്നവും രോഗവും പിടിപെട്ടാൽ, ആശുപത്രിയിലേക്ക് അവനെ കൊണ്ടുപോയാൽ, വെന്റിലേറ്ററിൽ കയറ്റിയാൽ അതിനുള്ള എമൗണ്ട് എത്രയാണ്? അതിനവൻ എത്ര രൂപ ചെലവഴിക്കണം? ഒരു ദിവസത്തെ ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തായ ഈ വായു ശ്വസിച്ച് നിരന്തരം നിമിഷങ്ങൾ ഇടവിടാതെ അവൻ ആ ശ്വാസമെടുത്ത് അത് നിലച്ചാൽ അവൻ്റെ കഥ കഴിയുമെങ്കിൽ എങ്ങനെ അവൻ അഹങ്കരിക്കാനൊക്കും? അവന് മരണത്തെയോ രോഗത്തെയോ ദാഹത്തെയോ വിശപ്പിനെയോ വിപത്തിനെയോ തടുക്കാൻ കഴിയില്ല. അവൻ ഭൂമിയിലൂടെയാണല്ലോ അഹങ്കരിച്ച് നടക്കുന്നത്. അവൻ നടക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഭൂമിൻ്റെ ഉള്ളിലേക്കൊന്ന് ആഴ്ന്നു പോയാൽ അവൻ്റെ കഥ തീർന്നു. മഴ പെയ്യാൻ തുടങ്ങി, നിൽക്കുന്നില്ല, ആകെ വെള്ളപ്പൊക്കം. അവൻ എന്തു ചെയ്യും? കടലിൽ നിന്ന് സുനാമി വന്ന് വെള്ളം കയറി, അവൻ എന്തു ചെയ്യും? അല്ലെങ്കിൽ ക്ഷാമം, വൃക്ഷങ്ങൾ, സസ്യലതാദികൾ വിളയുന്നില്ല, മഴ പെയ്യുന്നില്ല. ആ രൂപത്തിൽ അവൻ എങ്ങനെ ജീവിക്കും? രോഗങ്ങൾ വന്നാൽ അവൻ എങ്ങനെ ജീവിക്കും? നോക്കൂ, നമ്മളൊരു ചെറിയൊരു പനി പോലും എടുത്ത് നോക്കൂ. ആ പനി ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ആ പനി കൂടിയാലോ? അത് ഏറ്റവും നിസ്സാരമായ രോഗം. എത്ര വലിയ രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആശുപത്രി സന്ദർശിക്കൂ, രോഗികളെ സന്ദർശിക്കൂ, മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ, അവിടുത്തെ ഓരോ ആളുകളുടെയും അവസ്ഥ. അപ്പോൾ അവിടെയൊക്കെ പോയാൽ നമുക്ക് നമ്മളുടെ നിസ്സാരത ശരിക്ക് ബോധ്യപ്പെടും.
നാം ഒന്നുമല്ല. ഒരൊറ്റ മിനിറ്റ് മതി നമ്മൾ ഗതി മാറാൻ, ഒരൊറ്റ മിനിറ്റ്. ഇനി നമ്മൾ ജീവിതകാലം, അവൻ്റെ ജീവിതകാലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ രൂപത്തിലും അവന് ബലഹീനനാണ്. അവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഇവിടെ ജീവിക്കാനേ കഴിയില്ല. ഇനി അവന് മരിക്കുകയാണ്. മരിച്ച് നമ്മൾ അപ്പം തന്നെ അവനെ മറമാടുകയാണ്. ഇനി അവനെ മറമാടാതെ ഒരു 2 ദിവസം, മിനിമം 2 ദിവസം ഒന്ന് വെച്ച് നോക്കൂ. ഡെഡ് ബോഡി ചീഞ്ഞ് നാറാൻ തുടങ്ങും. അപ്പം ഈ ചീഞ്ഞ് നാറുന്ന സാധനമായതുകൊണ്ട് വേഗം ആൾക്കാരെന്ത് ചെയ്യാണ്, അത് മണ്ണിലിട്ടിട്ട് മറക്കുകയാണ്. അങ്ങനെ ഖബറിലാക്കിയിട്ട് എന്താണ് അവൻ്റെ അവസ്ഥ? അവൻ നല്ലവനല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ്? ഇഴജന്തുക്കൾ അവൻ്റെ ശരീരം തിന്ന് മതിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കാത്തു നിൽക്കുകയാണ് ഇവൻ്റെ വരവിന് വേണ്ടി. അവരുടെ ഭക്ഷണമാണ് ഇവൻ. ആ ജീവികൾ, ഇഴജന്തുക്കൾ തിന്ന് ദഹിച്ച് അവൻ്റെ അവയവങ്ങൾ കാഷ്ടമായി മാറും. യഥാർത്ഥത്തിൽ ഇങ്ങനെ തിന്ന് വധിക്കുന്നത് കൊണ്ട് ഈ ജീവികൾ തിന്നാൽ അവസാനം അത് ദഹിച്ച് കാഷ്ടമായി തീരുകയാണ് അവൻ. അതായത് അവൻ ഒരു നജസായി മാറുകയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ നജസാകാൻ പോകുന്ന ഒരാൾക്ക് എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും? ഇത് നല്ല വ്യക്തികളെക്കുറിച്ചല്ല പറയുന്നത്. മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ പര്യവസാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നല്ലവരാണെങ്കിൽ അവരുടെ ഡെഡ് ബോഡി തൊടില്ല. അവർക്ക് അല്ലാഹു തആല നല്ല അനുഗ്രഹങ്ങൾ ചോരിക്കോരി കൊടുക്കുന്നു. അതിന് എന്തു വേണം? അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ അഹങ്കാരത്തിൻ്റെ പോയിൻ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. ജീവിതകാലത്തുള്ള മറ്റൊരു സംഗതി എന്താണ്? മലമില്ലാതെ അവനക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ശരീരം എടുത്തു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ മലം പരിപൂർണമായി വിസർജിച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ ശക്തി ഉണ്ടാകൂല. നമ്മളുടെ ശരീരത്തിൽ മലത്തിൻ്റെ മലം ഒന്നുമില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ശക്തി ഉണ്ടാകൂല. മലം കുറച്ചെങ്കിലും വേണം. അപ്പോൾ അവൻ മലം ചുമന്ന് നടക്കുകയാണ്. ആരും മറക്കുന്ന, ആരും വെറുക്കുന്ന മോശപ്പെട്ട മലം അവൻ്റെ വയറ്റത്ത് കയറ്റിയിട്ടാണ് അവൻ അഹങ്കരിച്ച് നടക്കുന്നത്. മൂത്രവും അവൻ ചുമന്ന് നടക്കുന്നു. ഇനി ഈ ജീവികളൊന്നും അവൻ്റെ ശരീരങ്ങൾ തിന്നിട്ടില്ലെങ്കിൽ, അവിടെ ഇഴജന്തുക്കളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നത്? അവൻ്റെ ശരീരം മണ്ണായിട്ട് ദ്രവിക്കുന്നു, മണ്ണിൽ അലിയുന്നു. അവൻ്റെ ശരീരം മണ്ണായി മാറുന്നു. ആ മണ്ണ് കൊണ്ട് കെട്ടിടങ്ങളുണ്ടാക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന മണ്ണുകൾ, ആ മണ്ണുകൾ ചിലപ്പോൾ ഒരാളുടെ ദേഹത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്ന മണ്ണായിരിക്കാം. മുൻകാലത്ത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ ശരീരം മണ്ണിലരിഞ്ഞുണ്ടായ മണ്ണായിരിക്കാം ചിലപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, പറയാൻ പറ്റില്ല. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന മണ്ണായിപ്പോലും മനുഷ്യൻ മാറുന്നു. അവനൊന്നുമല്ലാതെ ആയിത്തീരുകയാണ് അവസാനം. അഗാധ ശൂന്യതയിലേക്ക് അവൻ പതിക്കുന്നു. പിന്നെ ഖിയാമത്ത് നാളിൻ്റെ സന്ദർഭം വരുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. അവൻ്റെ ശരീരം പൂർവാവസ്ഥയിലാകുന്നു. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താ? അവൻ്റെ ജീവിതകാലത്ത് അവനോട് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഓരോ സംഗതികളും അവനെ പടച്ച റബ്ബ് അവനോട് ചോദിക്കും. അവൻ പേടിച്ച് വിറച്ച് വിരണ്ടിരിക്കുന്ന സമയമാണത്. അവൻ്റെ പാർപ്പിടം നരകമാണോ സ്വർഗമാണോ എന്ന് അവൻക്കറിയില്ല. നരകത്തിലാണെങ്കിൽ അവനാകെ കുടുങ്ങിപ്പോയി. അങ്ങനത്തെ അവസ്ഥകളുള്ള ഒരുത്തൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും? അവൻ മരിച്ചാലും രക്ഷയില്ല, അവൻ ജീവിക്കുമ്പോഴും ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ അഹങ്കരിച്ച് നടക്കും? അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും അവന് നേടാൻ കഴിയില്ല.
അവന് വലിയ ഇബാദത്ത് ചെയ്ത് വലിയ തഖ്വയോടുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ വിചാരണ ദിവസം ഏടുകൾ നൽകി അവനോട് പറയപ്പെടും, നിന്റെ കിതാബ് നീ വായിക്ക്. ആ സമയം ഇവൻ ചോദിക്കുത്രേ, ഇതെന്തെന്നാ? അവനോട് പറയപ്പെടും, നീ ആഹ്ലാദത്തോടെ കഴിഞ്ഞിരുന്ന, അഹങ്കരിച്ച് നടന്നിരുന്ന, സുഖസൗകര്യങ്ങൾ കൊണ്ട് വീമ കൊണ്ടിരുന്ന ഇഹലോക ജീവിതത്തിൽ നിന്റെ സകല ചലനങ്ങളും ഒപ്പിയെടുക്കാൻ നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്താൻ 2 മാലാഖമാരെ നിയോഗിക്കപ്പെട്ടിരുന്നു. നിന്റെ സകലതും ഈ ഗ്രന്ഥത്തിലുണ്ട്. നീ വിചാരണയ്ക്ക് വരൂ, മറുപടി പറയാൻ തയ്യാറായിക്കോളൂ, അല്ലെങ്കിൽ നിന്നെ ശിക്ഷാവസതിയിലേക്ക് തെളിക്കപ്പെടും എന്ന് അവനോട് പറയപ്പെടും. ഇതാണ് അവൻ്റെ അവസ്ഥ. അവൻ്റെ സകല ചലനങ്ങളിലും സംഭവിക്കുന്ന തെറ്റുകളും നന്മകളും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ അവൻ ആകെ ഭയന്ന് വിറക്കും. ഓൻ കിതാബ് വായിച്ചിട്ട് ഓൻ പറയും, എൻ്റെ നാശമേ, ഇതെന്തൊരു കിതാബാണ്, എൻ്റെ ചെറുതും വലുതുമായ സകല കർമ്മങ്ങളും ഇതിലുണ്ടല്ലോ. അവൻ്റെ ഭാവി ഇതൊക്കെയാണെങ്കിൽ എങ്ങനെ അവൻ അഹങ്കരിക്കണം? അപ്പം അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒരാൾക്കേ അർഹതയുള്ളൂ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. ആ അള്ളാഹുവാണ് വിചാരണ ദിവസം ഉടമസ്ഥൻ. മറ്റുള്ളവരൊക്കെ അവൻ്റെ കരുണ കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവരാണ്. എത്ര ഇബാദത്തെടുത്താലും എങ്ങനെ ആയാലും അവൻ്റെ കരുണയില്ലാതെ ഒരാളും രക്ഷപ്പെടൂല. ഇങ്ങനെ കരുതി കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് നമ്മൾ മനസ്സിൽ അത് കൊത്തിവെക്കുക. അങ്ങനെ നമ്മളാക്കിയാൽ നമുക്ക് വിനയം ഓട്ടോമാറ്റിക്കലായി കടന്നു വരും. വിനയം നമ്മളുടെ പ്രകൃതിയായി മാറും. അതാണ് വേണ്ടത്. നമ്മളുടെ പ്രകൃതിയാകണം വിനയം. ഇതാണിപ്പോൾ മാനസികമായി നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. മനസ്സിൽ നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിനോടൊപ്പം നമ്മൾ കർമ്മങ്ങൾ കൂടി ചെയ്യണം. വിനയാന്വിതർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഏറ്റവും വിനയുള്ള ടീമാരാ? അത് അള്ളാഹുവിൻ്റെ റസൂലും അവരുടെ സച്ചരിതരായ സഖാക്കൾ, സ്വഹാബികൾ, അവരുടെ പിൻഗാമികളായ സച്ചരിതരായ താബിഉകൾ. ഇവരാണ് ഏറ്റവും കൂടുതൽ വിനയം കാണിച്ച മഹാന്മാർ. അവർ ചെയ്ത് ശീലിച്ച് നമുക്ക് കാണിച്ചു തന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക. അതെല്ലാം നമ്മൾ ആ മാതൃകകൾ അനുധാവനം ചെയ്യുക. നമ്മൾ ഹദീസുകളിലും മറ്റു ആസാറുകളിലൊക്കെ നോക്കി എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്, അവരുടെ വിനയത്തിൻ്റെ മാതൃകകൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കണം. ഹദീസുകളിൽ വിനയത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അതിൽ തന്നെ ഒരു ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന രീതി എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ഇരിക്കണ പോലെയല്ല റസൂലുള്ളാഹി ഇരുന്നിരുന്നത്. ഒരടിമ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, നിലത്തിരുന്ന് ഒരടിമ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, അതുപോലെയായിരുന്നു ഇരുന്നത്. അതേ, വലത് കാലിൻ്റെ പാദം തറയിൽ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കും, പതുങ്ങിയിരിക്കുക എന്ന് പറയുമല്ലോ. ആ രൂപത്തിലായിരുന്നു മാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, നിങ്ങൾ ആലോചിക്കണം, നിശ്ചയം ഞാനൊരടിമയാണ്. അടിമവേല ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഭക്ഷിക്കുന്നുവോ അങ്ങനെയേ ഞാനും കഴിക്കൂ, അവൻ ഇരിക്കുന്ന പോലെയേ ഞാനും ഇരിക്കൂ എന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമ ഇരിക്കൽ എങ്ങനെയാണ്? യജമാനൻ എപ്പോഴാ വിളിക്കുക എന്ന് കാത്തിരിക്കുന്ന, എപ്പോഴും പോകൽ സജ്ജമായ രൂപത്തിൽ പോകേണ്ട ഇരുത്തം, അതാണ് പതുങ്ങിയിരിക്കുക. ആ രൂപത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും.
ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരുപാട് വിനയത്തിൻ്റെ മാതൃക. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക്ക് യുദ്ധത്തിൽ കടങ്ങ് കീറിയിരുന്ന അവസരത്തിൽ റസൂലുള്ളാഹി അവരുടെ നേതാവായിരുന്നു. അവരോട് സ്വഹാബികളോട് കൽപ്പിച്ചാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇറങ്ങി കൈകൊണ്ട് അതൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ വിനയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പിൻഗാമികളായ സ്വഹാബി വര്യന്മാർ, അതുപോലെ താബികൾ, വലിയ വലിയ പണ്ഡിതന്മാർ, ഇവരൊക്കെ കാണിച്ചു തന്നിരുന്ന മാർഗങ്ങൾ നമ്മളും അനുധാവനം ചെയ്യുക. അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വിനയത്തിൻ്റെ ഒരു പ്രകടനമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ വിനയം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. അതെന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് സുജൂദ്, സാഷ്ടാംഗം. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പരിശുദ്ധമായി നാം ഏറ്റവും നല്ലതാണെന്ന് ഗണിക്കുന്ന മുഖം. ഈ മുഖം നമ്മൾ ഏറ്റവും താഴ്ന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയിൽ നമ്മളുടെ ആ പരിശുദ്ധമായ മുഖം കുത്തുകയാണ്, മുഖം തട്ടിക്കുകയാണ്. അതാണ് സുജൂദ്. ബഹുമാനപ്പെട്ട ബൈലാവി ഇമാം റഹ്മഹുല്ല സുജൂദിന് നിർവചനം ചെയ്തതെന്താ? അക്സ ഗായത്തിൽ ഖുദൂഇ വത്തഅല്ലുൽ, നിന്യതയുടെ അങ്ങേയറ്റത്തെ രൂപമാണ് സുജൂദ്. അത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ റുക്കൂഉം, ഇതൊക്കെ വിനയം പ്രകടിപ്പിക്കലാണ്. അപ്പം അതിലൂടെയുള്ള മെസ്സേജ് എന്താണ്? നാം ഏറ്റവും താഴ്ന്ന ആളുകളാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, നാം ഏറ്റവും താഴ്ന്നവരാണ് എന്ന് സുജൂദ് നമ്മളെ 5 വക്തിലും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വിനയപരമായി പല കർമ്മങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ചെയ്യുക. അതോടൊപ്പം നാം ഇതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് അത് നമ്മളുടെ നമുക്കൊരു പ്രകൃതിയായി മാറണം. അപ്പോഴാണ് നമുക്ക് ഇത് ശരിയാവുകയുള്ളൂ. അപ്പം നമ്മളിത് മനസ്സിലാക്കി ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യത്തെ രൂപത്തിൽ തന്നെ ആകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ പരിശോധനകൾ വീണ്ടും ചെയ്യുക, വീണ്ടും കണ്ടുപിടിക്കുക. അങ്ങനെ ഈ കാര്യങ്ങൾ നിരന്തരം നമ്മൾ ഓർത്ത് നമ്മൾ ഒരു പ്രകൃതിയാകണം. നമ്മളുടെ ഒരു പ്രകൃതിയാകണം ഈ വിനയം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് 1-ാം മാർഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി 2-ാം മാർഗമുണ്ട്. 1-ാം മാർഗം പൊതുവായിട്ടാണ്, 2-ാം മാർഗം പ്രത്യേകമായ ചില മരുന്നുകളാണ്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ അടുത്ത വോയിസിൽ വരാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.